ഹായ് എല്ലാവർക്കും SCRT സമഗ്രയിലേക്ക് സ്വാഗതം. ഇന്ന് ന്യൂ SCRT 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 10ാമത്തെ ചാപ്റ്ററായ ബജറ്റ് വികസനത്തിന്റെ നേർരേഖ എന്ന ചാപ്റ്ററാണ് വായിക്കുന്നത്. എന്താണ് കുടുംബ ചെലവ്? ഒരു കുടുംബം ഭക്ഷ്യ ഉപഭോഗത്തിനും ഭക്ഷ്യേതര ഉപഭോഗത്തിനുമായിട്ട് നിശ്ചിത കാലയളവിൽ ചെലവഴിക്കുന്ന ആകെ തുകയാണ് കുടുംബ ചെലവ്. ഒരു കുടുംബം ഭക്ഷ്യ ഉപഭോഗത്തിനും അതായത് ഫുഡ് കൺസംഷനും ഭക്ഷ്യേതര ഉപഭോഗം അല്ലെങ്കിൽ നോൺ ഫുഡ് കൺസംഷനും നിശ്ചിത കാലയളവിൽ ചെലവഴിക്കുന്ന ആകെ തുകയാണ് കുടുംബ ചെലവ്. കുടുംബത്തിലെ എല്ലാ ചെലവുകളും മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയില്ല. കുടുംബ ചെലവുകളെ പ്രധാനമായിട്ടും രണ്ടായി തിരിക്കാം. പ്രതീക്ഷിത ചെലവെന്നും അപ്രതീക്ഷിത ചെലവെന്നും രണ്ടായി തിരിക്കാം. എന്താണ് പ്രതീക്ഷിത ചെലവ്? നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാവുന്ന ചെലവുകളാണ് പ്രതീക്ഷിത ചെലവ്. പ്രതിമാസം, പ്രതിവർഷം എന്നിങ്ങനെ ഇത് കണക്കാക്കാവുന്നതാണ്. ഉദാഹരണം ആഹാരം, വൈദ്യുതി ബില്ല് ഇതൊക്കെ പ്രതീക്ഷിത ചെലവുകൾക്ക് ഉദാഹരണമാണ്. ഇനി എന്താണ് അപ്രതീക്ഷിത ചെലവ്? നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിന് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയാത്തതോ ആകസ്മികമായി ഉണ്ടാകുന്നതുമായ ചെലവുകളാണ് അപ്രതീക്ഷിത ചെലവ്. അതിന് ഉദാഹരണമാണ് പ്രകൃതിക്ഷോഭം, രോഗങ്ങൾ തുടങ്ങിയവയൊക്കെ അപ്രതീക്ഷിത ചെലവുകൾക്ക് എക്സാമ്പിളാണ്. വേറെ ഉദാഹരണങ്ങളുണ്ട്. പ്രതീക്ഷിത ചെലവുകൾക്ക് ഉദാഹരണമാണ് അരി, പലവ്യഞ്ജനം, വിനോദം, യാത്ര, വസ്ത്രങ്ങൾ വാങ്ങൽ, ഫോൺ, പത്രം, വായ്പ തിരിച്ചടവ് ഇതൊക്കെ പ്രതീക്ഷിത ചെലവുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി മറ്റ് എക്സാമ്പിളാണ് അപ്രതീക്ഷിത ചെലവുകൾക്ക് മറ്റ് എക്സാമ്പിളാണ് അപകടങ്ങൾ, രോഗങ്ങൾ, വില വർധനവ്, മഹാമാരി, പ്രകൃതിക്ഷോഭങ്ങൾ ഇതൊക്കെ അപ്രതീക്ഷിത ചെലവുകൾക്ക് എക്സാമ്പിളാണ്. എന്താണ് കുടുംബ വരുമാനം? ഒരു നിശ്ചിത കാലയളവിൽ ഒരു കുടുംബത്തിന് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം. ഒരു നിശ്ചിത കാലയളവിൽ ഒരു കുടുംബത്തിന് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കാവുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം. വരുമാനം കാര്യക്ഷമമായി വിനിയോഗിക്കുന്നതിലൂടെ സമ്പാദ്യശീലം വളർത്തുന്നതിനും അപ്രതീക്ഷിത ചെലവുകൾ നേരിടുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനും കഴിയും. വരുമാനം കാര്യക്ഷമമായി വിനിയോഗിക്കുന്നതിലൂടെ സമ്പാദ്യശീലം വളർത്തുന്നതിനും അപ്രതീക്ഷിത ചെലവുകൾ നേരിടുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനും കഴിയും. ഓക്കെ, അതാണ് കുടുംബ വരുമാനം. ഇനി എന്താണ് കുടുംബ ബജറ്റ്? നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷിത വരവും ചെലവും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ധനരേഖയാണ് കുടുംബ ബജറ്റ്. നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷിത വരവും ചെലവും തയ്യാറാക്കുന്ന ധനരേഖയാണ് കുടുംബ ബജറ്റ്. പ്രതിമാസത്തിലേക്കോ പ്രതിവർഷത്തിലേക്കോ കുടുംബ ബജറ്റ് തയ്യാറാക്കാം. കുടുംബത്തിന്റെ വലിപ്പവും വരുമാനവും ആവശ്യകതയും അനുസരിച്ച് കുടുംബ ബജറ്റ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് കുടുംബ ബജറ്റ് തയ്യാറാക്കേണ്ടത്. കൃത്യമായ ഇടവേളകളിൽ ബജറ്റിലെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ കുടുംബത്തിന് സാമ്പത്തിക ഭദ്രതയും ക്ഷേമവും കൈവരിക്കാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് എന്തൊക്കെ ഘടകങ്ങളാണ് കുടുംബ ബജറ്റിനെ സ്വാധീനിക്കുന്നതെന്ന് നോക്കാം. പ്രകൃതി ദുരന്തങ്ങൾ, മഹാമാരി, വിവിധ തരം നികുതി വർധനവ്, യുദ്ധം, വില വർധനവ് എന്തൊക്കെ ഘടകങ്ങളാണ്? പ്രകൃതി ദുരന്തങ്ങൾ, മഹാമാരി, വിവിധ തരം നികുതി വർധനവ്, യുദ്ധം, വില വർധനവ് ഇതൊക്കെ കുടുംബ ബജറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. കുടുംബ ബജറ്റ് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെ നോക്കാം. വിവിധ വരുമാന സ്രോതസ്സുകൾ തിരിച്ചറിയുന്നു, വരവിനനുസരിച്ച് ചെലവ് ക്രമീകരിക്കുന്നു, മിതവ്യയ ശീലം, അധിക ചെലവുകൾ തിരിച്ചറിഞ്ഞ് നിയന്ത്രിക്കാൻ സാധിക്കുന്നു, സ്വാശ്രയ ബോധം ഉണ്ടാകുന്നു, സാമ്പത്തിക അഭിവൃദ്ധിയും ക്ഷേമവും കൈവരിക്കാൻ സാധിക്കുന്നു. കുടുംബ ബജറ്റ് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? വിവിധ വരുമാന സ്രോതസ്സുകൾ തിരിച്ചറിയുന്നു, വരവിനനുസരിച്ച് ചെലവ് ക്രമീകരിക്കുന്നു, മിതവ്യയ ശീലം, അധിക ചെലവുകൾ തിരിച്ചറിഞ്ഞ് നിയന്ത്രിക്കാൻ സാധിക്കുന്നു, സ്വാശ്രയ ബോധം ഉണ്ടാകുന്നു, സാമ്പത്തിക അഭിവൃദ്ധിയും ക്ഷേമവും കൈവരിക്കാൻ സാധിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ആണ് എന്താണ് ഹാബിറ്റ് ഓഫ് ത്രിഫ്റ്റ് അല്ലെങ്കിൽ മിതവ്യയശീലം? ഹാബിറ്റ് ഓഫ് ത്രിഫ്റ്റ് അല്ലെങ്കിൽ മിതവ്യയശീലം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഫലപ്രദമായി വരുമാനം ചെലവിടുന്ന സ്വഭാവ സവിശേഷതയാണ് മിതവ്യയശീലം. ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഫലപ്രദമായി വരുമാനം ചെലവിടുന്ന സ്വഭാവ സവിശേഷതയാണ് മിതവ്യയശീലം. ലളിത ജീവിതം മിതവ്യയശീലത്തിന് അനിവാര്യമാണ്. വരവ് ചെലവിനേക്കാൾ കൂടുതലാവുകയോ വരവും ചെലവും തുല്യമാവുകയോ ചെയ്യുമ്പോഴാണ് കുടുംബ ബജറ്റ് സുസ്ഥിരമാകുന്നത്. എപ്പോഴാണ് കുടുംബ ബജറ്റ് സുസ്ഥിരമാകുന്നത്? വരവ് ചെലവിനേക്കാൾ കൂടുതലാവുകയോ വരവും ചെലവും തുല്യമാവുകയോ ചെയ്യുമ്പോഴാണ് കുടുംബ ബജറ്റ് സുസ്ഥിരമാകുന്നത്. കുടുംബ ചെലവ് എങ്ങനെയൊക്കെ കുറക്കാം? കുടുംബ ചെലവ് എങ്ങനെയൊക്കെ കുറക്കാൻ നോക്കാം. പ്രാദേശികമായി ലഭിക്കുന്ന വിഭവങ്ങൾ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുക. പ്രാദേശികമായി ലഭിക്കുന്ന വിഭവങ്ങൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കുക. ഭക്ഷ്യവസ്തുക്കൾ സ്വന്തമായി കൃഷി ചെയ്യുക. പൊതുവിതരണ സംവിധാനവും ന്യായവില വിൽപ്പന കേന്ദ്രവും പരമാവധി പ്രയോജനപ്പെടുത്തുക. പൊതുവിതരണ സംവിധാനവും ന്യായവില വിൽപ്പന കേന്ദ്രങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തുക. ചികിത്സക്കും വിദ്യാഭ്യാസത്തിനും സർക്കാർ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുക. വീട്ടുസാധനങ്ങൾ പരമാവധി ഒരുമിച്ച് വാങ്ങുക. വൈദ്യുതി, ടെലിഫോൺ തുടങ്ങിയവ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ഇങ്ങനെയൊക്കെ
നോക്കിയാൽ കുടുംബ ചെലവ് കുറക്കാൻ കഴിയും. എന്തൊക്കെയാണ്? പ്രാദേശികമായി ലഭിക്കുന്ന വിഭവങ്ങൾ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുക, ഭക്ഷ്യവസ്തുക്കൾ സ്വന്തമായി കൃഷി ചെയ്യുക, പൊതുവിതരണ സംവിധാനവും ന്യായവില വിൽപ്പന കേന്ദ്രങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തുക, ചികിത്സക്കും വിദ്യാഭ്യാസത്തിനും സർക്കാർ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുക, വീട്ടുസാധനങ്ങൾ പരമാവധി ഒരുമിച്ച് വാങ്ങുക, വൈദ്യുതി, ടെലിഫോണ് തുടങ്ങിയ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ഓക്കെ, നെക്സ്റ്റ് ആണ് പൊതുചെലവ്. എന്താണ് പൊതുചെലവ്? വികസനേതര പ്രവർത്തനങ്ങൾക്കായിട്ട് സർക്കാർ ചെലവഴിക്കുന്ന ധനമാണ് പൊതുചെലവ്. വികസനേതര പ്രവർത്തനങ്ങൾക്കായിട്ട് സർക്കാർ ചെലവഴിക്കുന്ന ധനമാണ് പൊതുചെലവ്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിപുലമാക്കുന്നതിനനുസരിച്ച് പൊതുചെലവുകളും വർദ്ധിക്കും. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിപുലമാക്കുന്നതിനനുസരിച്ച് പൊതുചെലവുകളും വർദ്ധിക്കും. പൊതുചെലവുകളെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. വികസന ചെലവുകളെന്നും വികസനേതര ചെലവുകളെന്നും. പൊതുചെലവുകൾ എത്രയാണ്? പൊതുചെലവുകൾ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. വികസന ചെലവുകളെന്നും വികസനേതര ചെലവുകളെന്നും. എന്താണ് വികസന ചെലവുകൾ അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ വികസന ചെലവുകൾ എന്താണെന്ന് നോക്കാം. രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ വികസനത്തിനായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചെലവുകൾ അറിയപ്പെടുന്നതാണ് വികസന ചെലവുകൾ. രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായി വികസനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചെലവുകൾ അറിയപ്പെടുന്നതാണ് വികസന ചെലവുകൾ. ഇവ രാജ്യത്തിന്റെ ഉൽപാദനത്തെയും യഥാർത്ഥ സമ്പദ്വ്യവസ്ഥയെയും ഉത്തേജിപ്പിച്ച് സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകുന്നു. ഇവ രാജ്യത്തിന്റെ ഉൽപാദനത്തെയും യഥാർത്ഥ സമ്പദ്വ്യവസ്ഥയെയും ഉത്തേജിപ്പിച്ച് സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്നു. ഉൽപാദന ചെലവുകൾ എന്നറിയപ്പെടുന്ന ചെലവുകളാണ് വികസന ചെലവുകൾ. ഉൽപാദന ചെലവുകൾ എന്നറിയപ്പെടുന്ന ചെലവുകൾ ഏതാണ്? അത് വികസന ചെലവുകളാണ്. അതിന് എക്സാമ്പിളാണ് റോഡ്, പാലം, തുറമുഖം എന്നിവ നിർമ്മിക്കുക, പുതിയ സംരംഭങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരംഭിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കുള്ള സർക്കാർ ചെലവുകളൊക്കെ വികസന ചെലവുകൾ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് വികസനേതര ചെലവുകൾ അല്ലെങ്കിൽ നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് നോക്കാം. രാജ്യ താൽപര്യത്തിനും പൊതുസേവനങ്ങൾക്കുമായിട്ട് സർക്കാർ നിരന്തരം വഹിക്കുന്ന ചെലവുകൾ അറിയപ്പെടുന്നതാണ് വികസനേതര ചെലവുകൾ. രാജ്യ താൽപര്യത്തിനും പൊതുസേവനങ്ങൾക്കുമായിട്ട് സർക്കാർ നിരന്തരം വഹിക്കുന്ന ചെലവുകളെ അറിയപ്പെടുന്നതാണ് വികസനേതര ചെലവുകൾ. അതിന് എക്സാമ്പിളാണ് പ്രതിരോധം, പലിശ, പെൻഷൻ, മഹാമാരി, പ്രകൃതി ദുരന്തം തുടങ്ങിയവയ്ക്കുള്ള ചെലവുകളൊക്കെ ഏതിലാണ് ഉൾപ്പെടുന്നത്? വികസനേതര ചെലവുകളിലാണ് ഉൾപ്പെടുന്നത്. വികസന ചെലവുകൾ ഉൾപ്പെടുന്നതാണ് റോഡ്, പാലം, തുറമുഖം. ഇതൊക്കെ വികസന ചെലവുകൾ ഉൾപ്പെടുന്നതും വികസനേതര ചെലവുകൾ ഉൾപ്പെടുന്നതാണ് പ്രതിരോധം, പലിശ, പെൻഷന്, മഹാമാരി, പ്രകൃതി ദുരന്തം തുടങ്ങിയവയ്ക്കുള്ള ചെലവുകളൊക്കെ ഏതിലാണ് ഉൾപ്പെടുന്നത്? അത് വികസനേതര ചെലവുകളിൽ ഉൾപ്പെടുന്നത്. റോഡ് നിർമ്മാണം, ഊർജോൽപാദനം, വിദ്യാലയ നിർമ്മാണം, വ്യവസായശാലകൾ ഇതൊക്കെ ഏതിലാണ് ഉൾപ്പെടുന്നത്? റോഡ് നിർമ്മാണം, ഊർജോൽപാദനം, വിദ്യാലയ നിർമ്മാണം, വ്യവസായശാലകളൊക്കെ വികസന ചെലവുകളിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, പലിശ, മഹാമാരി, യുദ്ധം, ക്ഷേമ പെൻഷൻ, പ്രതിരോധം, കടബാധ്യത, പൊതുഭരണം, സബ്സിഡികൾ ഇതൊക്കെ ഏതിൽ ഉൾപ്പെടുന്നത്? അത് വികസനേതര ചെലവുകളിൽ ഉൾപ്പെടുന്നത്. പലിശ, മഹാമാരി, യുദ്ധം, ക്ഷേമ പെൻഷൻ, പ്രതിരോധം, കടബാധ്യത, പൊതുഭരണം, സബ്സിഡികൾ ഇതൊക്കെ ഉൾപ്പെടുന്നത് വികസനേതര ചെലവുകളിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എന്താണ് പൊതുവരുമാനം? വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് സർക്കാർ സമാഹരിക്കുന്ന ധനമാണ് പൊതുവരുമാനം. വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് സർക്കാർ സമാഹരിക്കുന്ന ധനമാണ് പൊതുവരുമാനം. എന്താണ് പൊതുചെലവ്? വികസനേതര പ്രവർത്തനങ്ങൾക്കായിട്ട് സർക്കാർ ചെലവഴിക്കുന്ന ധനമാണ് പൊതുചെലവ്. സർക്കാർ ബജറ്റിന്റെ ഒരു പ്രധാന ഘടകമാണ് പൊതുവരുമാനം. സർക്കാർ ബജറ്റിന്റെ ഒരു പ്രധാന ഘടകമാണ് പൊതുവരുമാനം. പ്രധാനമായും 2 സ്രോതസ്സുകളിൽ നിന്നാണ് സർക്കാർ വരുമാനം കണ്ടെത്തുന്നത്. പ്രധാനമായും എത്ര സ്രോതസ്സാണ്? 2 സ്രോതസ്സുകളിൽ നിന്നാണ് സർക്കാർ വരുമാനം കണ്ടെത്തുന്നത്. നികുതി വരുമാനം, നികുതിയേതര വരുമാനം. എന്തൊക്കെയാണ്? ഒന്നാമത്തേതാണ് നികുതി വരുമാനം, രണ്ടാമത്തേതാണ് നികുതിയേതര വരുമാനം. എന്താ നോക്കാം കറക്റ്റ് ആയിട്ട്. എന്താണ് നികുതി വരുമാനം? നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് നികുതി വരുമാനം. നികുതിയിലൂടെ അല്ലാതെ മറ്റു സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് നികുതിയേതര വരുമാനം. നികുതിയിലൂടെ അല്ലാതെ മറ്റു സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് നികുതിയേതര വരുമാനം. അതിന് എക്സാമ്പിളാണ് ഫീസ്, ഫൈന്, ഗ്രാന്റ്, ലാഭം, പലിശ. ഇതൊക്കെയാണ് ഫീസ്, പിഴ, ഗ്രാന്റ്, ലാഭം, പലിശ. ഇതൊക്കെ നികുതിയേതര വരുമാനത്തിന് എക്സാമ്പിളാണ്. ഇനി നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനം 2 തരത്തിലുണ്ട്. 2 തരം നികുതിയാണുള്ളത്. പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും.
നികുതി എന്താണ് പ്രത്യക്ഷ നികുതി? നികുതി ആരിലാണ് ചുമത്തിയിരിക്കുന്നത് ആ വ്യക്തി തന്നെ ഒടുക്കുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി. നികുതി ആരിലാണ് ചുമത്തിയിരിക്കുന്നത് ആ വ്യക്തി തന്നെ ഒടുക്കുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി. അതായത് നികുതിദായകൻ തന്നെ നികുതി ഭാരം വഹിക്കുന്നു എന്നർത്ഥം. അതാണ് പ്രത്യക്ഷ നികുതി. അതിന് എക്സാമ്പിളാണ് ആദായ നികുതി, കെട്ടിട നികുതി. ആദായ നികുതി, കെട്ടിട നികുതിയൊക്കെ പ്രത്യക്ഷ നികുതിക്ക് എക്സാമ്പിളാണ്. ഇനി എന്താണ് പരോക്ഷ നികുതി? ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി ഭാഗികമായോ പൂർണ്ണമായോ മറ്റൊരാൾ നൽകേണ്ടി വരുന്നതാണ്. ആ നികുതിയാണ് പരോക്ഷ നികുതി. ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി ഭാഗികമായോ പൂർണ്ണമായോ മറ്റൊരാൾ നൽകേണ്ടി വരുന്ന നികുതിയാണ് പരോക്ഷ നികുതി. അതിന് എക്സാമ്പിളാണ് വിൽപ്പന നികുതി, വിനോദ നികുതി. വിൽപ്പന നികുതി, വിനോദ നികുതിയൊക്കെ പരോക്ഷ നികുതിക്ക് എക്സാമ്പിളാണ്. ആദായ നികുതി, കെട്ടിട നികുതിയൊക്കെ പ്രത്യക്ഷ നികുതിക്ക് എക്സാമ്പിളാണ്. എന്താണ് നികുതി? ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാവുന്ന ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായി നൽകേണ്ട പണമാണ് നികുതി. ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായിട്ട് ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായി നൽകേണ്ട പണമാണ് നികുതി. നികുതി നൽകുന്ന വ്യക്തിയാണ് നികുതിദായകൻ എന്ന് പറയുന്നത്. നികുതി നൽകുന്ന വ്യക്തിയാണ് നികുതിദായകൻ എന്ന് പറയുന്നത്. എന്താണ് നികുതി? ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായി നൽകേണ്ട പണമാണ് നികുതി. ഓക്കെ. ഇനി പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി എന്നിവക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്താനുള്ളത്. അത് നോക്കാം. പ്രത്യക്ഷ നികുതിയാണ് ആദ്യം പറയുന്നത്. വ്യക്തിഗത ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി, ഓഹരി കൈമാറ്റ നികുതി, ഭൂനികുതി, കെട്ടിട നികുതി, ഗിഫ്റ്റ് നികുതി. ഇതൊക്കെ ഏതിലാണ് ഉൾപ്പെടുന്നത്? പ്രത്യക്ഷ നികുതിയിൽ ഉൾപ്പെടുന്നതാണ്. വ്യക്തിഗത ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി, ഓഹരി കൈമാറ്റ നികുതി, ഭൂനികുതി, കെട്ടിട നികുതി, ഗിഫ്റ്റ് നികുതി. ഇതൊക്കെ പ്രത്യക്ഷ നികുതിക്കാണ് ഉൾപ്പെടുന്നത്. ഇനി പരോക്ഷ നികുതി നോക്കാം. GST, വിൽപ്പന നികുതി, വാറ്റ്, കസ്റ്റംസ് നികുതി, എക്സൈസ് നികുതി, സേവന നികുതി, വിനോദ നികുതി. ഇതൊക്കെ പരോക്ഷ നികുതിയിലാണ് ഉൾപ്പെടുന്നത്. ഏതൊക്കെയാണ്? GST, വിൽപ്പന നികുതി, വാറ്റ് അല്ലെങ്കിൽ മൂല്യവർദ്ധിത നികുതി, കസ്റ്റംസ് നികുതി, എക്സൈസ് നികുതി, സേവന നികുതി, വിനോദ നികുതി. ഇതൊക്കെയെല്ലാം ഉൾപ്പെടുന്നത് അത് പരോക്ഷ നികുതിയിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, ബാക്കി നെക്സ്റ്റ് പാർട്ടിൽ പറയാം. താങ്ക് യു.